മച്ചന്മാർ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഒരു വണ്ടി എടുത്ത് ടൂറിസ്റ്റർ. അപ്പോൾ അതിൽ പേരടിക്കാൻ വേണ്ടി നമ്മൾ നേരെ കുപ്പളിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ ചെറുക്കുന്ന അടപ്പുണ്ട്. ഓക്സിജനായിട്ട് തന്നെ ഓട്ടം പോയിട്ട് ഒന്ന് തന്നെ കഴി ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം അവ ഇപ്പോൾ എത്താറായി വിളിച്ചു പറഞ്ഞു. ഇന്നത്തെ വീഡിയോ അതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റാണ് രാവിലെ. ചെറുക്കനെത്തിയിട്ടുണ്ട്. വണ്ടി ഇതാണ് കേട്ടോ. ഇവിടെ നേരെ കുപ്പിളപ്പി പേര് കാര്യങ്ങളെല്ലാം സ്പൈഡി എന്നാണ് കേട്ടോ പേര്. അപ്പോൾ അതാണ്. അപ്പോൾ ഇൻസ്റ്റയിൽ ഞാൻ നമ്മുടെ അത് അക്കൗണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ മച്ചന്മാരെ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുക്കൻ്റെ അകം. അപ്പം വണ്ടി ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായതുകൊണ്ട് നമ്മളിനിപ്പം എന്തായാലും ഫുള്ള് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അളിയനുണ്ട്, അത് നമ്മുടെ വണ്ടി ഓട്ടിങ്ങനെയാണ് എൻ്റെ അളിയൻ. അപ്പം അവൻ്റെ ചേട്ടനാണ് ഈ മഞ്ഞ ടീഷർട്ട്. പിന്നെ അവൻ്റെ കൂട്ടുകാരൻ അപ്പുറത്തുണ്ട്. നമ്മൾ ഇത്രയും 3 പേരും കൂടെ 4 പേരും കൂടെ ആയിട്ടാണ് പോകുന്നത്. എന്തായാലും അവൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഒരു വണ്ടി എടുക്കുന്നത്. അപ്പം വേറെ വണ്ടിയൊക്കെ ലീവ് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലീവും അല്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവൻ്റെ ഒരു സ്വപ്നവും കൂടെയാണ് ഇത്. അങ്ങനെ നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ആവാറായിട്ടുണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ കുപ്പികളെത്തിക്കുന്നു. തുറന്നില്ല, നമ്മൾ നേരത്തെ വന്ന് തുറന്നില്ല ഗൈസ്. തുറന്നില്ല. നമ്മളിപ്പം കുപ്പികളെത്തി. കുപ്പികളെ ചെറുക്കന്മാരാരെങ്കിലും 9 മണിക്ക് വരാൻ പറഞ്ഞിട്ട് ആരുത്തനെയും കണ്ടില്ല. ഇപ്പോൾ വരാൻ തന്നിട്ട് നമ്മുടെ ചെറുക്കൻ്റെ ലുക്ക് എങ്ങനെയുണ്ട് സെറ്റല്ലേ. നമ്മളിപ്പോൾ പേരൊക്കെ വെച്ച് മാറ്റി പുണ്യാവുന്ന സ്പൈഡി എന്നാണ് കേട്ടോ നമ്മളെ പുതിയ പേര്. നമ്മൾ ഫുഡ് അടിക്കാൻ കയറി. മലയാളി എന്തിനാണ് പറയാനുള്ളത്? കുത്തുവാളെടുക്കാൻ പോകണം മലയാളിയാണ്. കളിയും രാവിലത്തെ കാപ്പി വാങ്ങി തന്നു. ബേട്ടനിൽ പോകണം. പിന്നെ ചെറുക്കൻ കട തുറന്നു. നമ്മൾ ഫുഡ് അടിക്കാൻ പോയിട്ട് നേരെ മലയാളി ഇവിടെ തന്നെ കാണും. ഉത്തരവാദിത്തമില്ലാത്ത മലയാളിയാണ് കേസ്. 5-6 ഗ്രാമങ്ങളുണ്ട്. 5-6 അങ്ങനെ മച്ചാൻ വരെ കടയിലത്തെ എല്ലാവരുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ മെയിൻ ഇത്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മളെ മലയാളിയുടെ ഇരിപ്പ് കണക്കും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ഫിഷ് ടാക്കിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ നമ്മളതിന് അടിക്കാനുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കണം. മലയാളിയാണ് നോക്കണത്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഓരോ പരിപാടികളൊക്കെ ഒപ്പിച്ചു. സ്പൈഡി കണ്ടെത്തിയോ? നീ ഒരിക്കൽ നാണം കെടുത്തിയാണ്. എന്തിനാണ് ഒരിക്കൽ നീ ചെയ്തു? എന്ത് ചെയ്തു? സ്പൈഡി കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. ആര്? എനിക്കിവിടെ ആരും മനസ്സിലായി. നമ്മള് അങ്ങനെ ധീരജിന് പെണ്ണ് സെറ്റായി ഗൈസ്. 3 ഉള്ളതിൽ 1 സെറ്റായി ഗൈസ്. പാസ്റ്റർ ധീരജ്. പിന്നെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് സ്റ്റിക്കറുകളൊക്കെ തുടങ്ങിയിരിക്കുന്നു. 9 മണിക്ക് വന്ന് നമ്മൾ ഇപ്പോൾ 12 മണിയായിട്ടുണ്ട്. ധീരജിൻ്റെ പുതിയ ഇരട്ടപ്പേര് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. വണ്ടി മലയാളിയെ ധീരജിൻ്റെ പുതിയ ഇരട്ടപ്പേര് പല്ലൻ എന്നാണ് കേസ്. പല്ലൻ ധീരജ്. പല്ലൻ ധീരജ്. അവരങ്ങനെ ഫുള്ള് ക്ലാസ്സിലെ പേരൊക്കെ ഇളക്കി ഫുള്ള് പ്രിന്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോകണം. ഫുഡ് അടിക്കേണ്ട സമയമായി. അങ്ങനെ വീണ്ടും നമ്മൾ പുറത്തെ കടയിലോട്ട് ഫുഡ് അടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ.
അങ്ങനെ നമ്മുടെ മൊണ്ണ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, സൂരജ് എന്ന് പറയുന്ന ഒരു മൊണ്ണ വന്നിട്ടുണ്ട് കേസ്. മൊണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊണ്ണ വെറും മൊണ്ണ. എന്താണ് ഡേ? ഇല്ല ഇല്ല ഓരിട്ട് ഞാൻ ഹെൽമെറ്റ് ഊരി കവർ വേണം. എത്തിയിട്ടുണ്ട് ഗേസ്. എൻ്റെ പിള്ള എത്തിയിട്ടുണ്ട് ഗേസ്. എൻ്റെ പിള്ളയാണ് ഗേസ്. 47 കിലോമീറ്റർ താണ്ടി അവൻ കുപ്പികളുടെ മണ്ണിൽ കാല് കുത്തിയിരിക്കുന്നു ഗേസ്. ഗേസ് കണ്ടോ ഗേസ്? സ്റ്റിക്കർ ഒട്ടിക്കുന്ന ചെറുക്കന്മാരാണ്. 1 മണിക്കൂറായിട്ട് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും. പ്രത്യേകിച്ച് ഇവ തിന്നാൻ പോയ 2 മണിക്കൂറാണ്. തിന്നാൻ പോയി കഴിഞ്ഞാൽ കുപ്പികൾ തന്നെയുള്ള പ്രത്യേകതയാണ്. വിനൽ പ്രിൻ്റ് അടിക്കുന്ന മെഷീനും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ആ ഗേസ് മലയാളി ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പം നമ്മൾ വെളിയിൽ കിടന്ന് അലയേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിനൽ പ്രിൻറ്റിൻ്റെ എല്ലാ സംഭവം ഇവിടെ തന്നെയുണ്ട്. നമുക്ക് ലൈവായിട്ട് തന്നെ ഇവിടെ നിന്ന് സ്റ്റിക്കർ അടിച്ചിട്ട് ബാക്കി എല്ലാം സെറ്റ് ചെയ്യാം കേട്ടോ. മാസ്റ്ററിന് എന്തൊരു പറയാനുണ്ട്? പല്ലൻ്റെ ഓരോരോ ലീലാവിലാസങ്ങൾ വെളിയിൽ. എങ്ങനെ 5 പെഗ് 5 കരച്ചില് പുതിയ മുതലാളിയുടെ ഓരോ ലീലാവിലാസങ്ങൾ വെളിയിൽ. വയസ്സ് അങ്ങനെ പേര് ഒട്ടിക്കാൻ പോകുന്നുണ്ട്. ക്യാമറ ഫ്രണ്ട് ചെയ്ത് മാറിയില്ല മോനെ. ഗൈസ് സ്പൈഡർമാൻ ഓടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. പറയാനില്ല, വെറുതെ വേറെ ഞാൻ പറയണ്ടോ? നിന്റെ യൂട്യൂബ് ചാനൽ ഞാൻ പൂട്ടിയിരിക്കുക. അങ്ങനെ ഗൈസ് ഞാൻ അവിടെ നിന്ന് ഒരു സ്റ്റിക്കറൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഇറങ്ങായിട്ടുണ്ട് കേട്ടോ. പേരും കാര്യങ്ങളും അടിച്ചു ഫുള്ള് സെറ്റായി. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇറങ്ങി പിന്നെ നേരെ വീട്ടിലോട്ടാണ്. അപ്പം എൻ്റെ പഴയ വണ്ടിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ചെറുക്കന്മാർക്കൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ പ്രിയ മുതലാളി. അപ്പം എന്നെ പൊക്കി അടിച്ചോണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ കിടന്ന്. അങ്ങനെ മറ്റേ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം മഴയുടെ ഇതായി, മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ചെറിയ രീതിയിൽ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വൈപ്പർ ഇടാൻ പറ്റില്ല. ഇന്ന് സ്റ്റിക്കർ അടിച്ചുകൊണ്ട് വൈപ്പർ ഇടാൻ പറ്റില്ല. അതേ സമയത്ത് തന്നെ പിന്നെ നാളെ തന്നെ ചെറുക്കൻ്റെ ഫസ്റ്റ് ട്രിപ്പും ഉണ്ട്. നേരെ വീട്ടിൽ പോവുക. പിന്നെ അവൻ എന്നെ കൊണ്ടിറക്കിയിട്ട് നേരെ നമ്മൾ സ്റ്റിക്കറൊക്കെ അടിച്ച് നേരെ വീടെത്താറായിട്ടുണ്ട്. മഴയാണ്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പല്ലൻ്റെ വക ചായയാണ് കേസ്. അപ്പം ധീരജിൻ്റെ വക ചായയാണ്. ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ഇക്കടെ നിർത്തി കുടിച്ചോണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ്.